ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ എന്തായി? ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ ചെറിയൊരു ഡേ മൈ ലൈഫും സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പോയാലോ? ഇന്ന് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. അത് നിനക്ക് എൻ്റെ പല്ലുഡോക്ടറടുത്ത് പോകാനുണ്ടായിരുന്നു. എൻ്റെ കമ്പി ഡേറ്റാണ്. കമ്പി മീൻസ് ബ്രേസസ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് മൂവിയായ വാഴ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് ക്ലിപ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണ്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കണില്ല. അങ്ങനെ നേഴ്സ് അവസാനം എൻ്റെ പേര് വിളിച്ച്. എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ വേദനേനെ ആലോചിച്ചിട്ട്. അങ്ങനെ കഴിഞ്ഞു ഗായ്സ്. ഇപ്പം വേദനയില്ല, കുറച്ച് നേരത്തേക്ക് വേദന വരാം. ഇനി നമ്മൾ സ്കൂളിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. മഴ ഇങ്ങനെ പൊടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഈ ഒരു കടയിലേക്കാണ്. നോട്ട്ബുക്സും നെയിൽ സ്ലിപ്പും വാങ്ങിക്കാൻ പോയതാണ്. പിന്നെ കടയിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ തിരിച്ചു വീണ്ടും പോവാണ്. അപ്പോൾ നല്ല സൺസെറ്റ് കണ്ട്. സൂര്യ അസ്തമിച്ചില്ല എനിക്കറിയില്ല, പക്ഷെ അസ്തമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടാവൂലേ, അതുപോലെ എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ ബീച്ചിൽ ഇറങ്ങിയില്ല, നമ്മൾ വണ്ടി ഇരുന്നിട്ട് നോക്കുക ചെയ്തത്. ഇരുട്ട് വന്നപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ ലുക്കേ മാറി. ഇത്ര നേരം കണ്ട ആകാശമില്ലാന്ന് തോന്നിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു. ബീച്ചിൽ നമ്മൾ നേരെ ഇറങ്ങിക്കിട്ട് വെള്ളത്തിക്ക ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ ഏതാ ലുക്ക്. ഇനി എന്നോട് കർമ്മ എന്താണെന്ന് നിൽക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. കർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ തന്നെ കണ്ട ആ ബോട്ടിൽ ടൂറിസ്റ്റുകളായിരുന്നു. പിന്നെ നല്ല പിൻട്രസ്റ്റ് സ്കൈ ഗൈസ്. നിങ്ങൾ വിചാരിക്കും എന്താ ട്രാവലിങ് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അല്ല ഗൈസ്, ആകാശത്തിൻ്റെ ഭംഗി കണ്ട് ഞാൻ വീഡിയോ കുറേ എടുത്തതാണ്. എനിക്ക് എപ്പോഴും ആ യോ മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ ഗൈസ്. പോയി ഇപ്പോൾ രാത്രിയായി. നമ്മളങ്ങനെ വേറെ കടയിലേക്ക് പോവാണ്. കുറേ ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ബാഗ് വാങ്ങിക്കണില്ല. കാരണം കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ ബാഗ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ആ കട ഫുള്ള് കാണിച്ചു തരാം. നല്ല എക്സൈറ്റഡ് ആയി ആ പേനകളൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയി. മെയിനായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നത് ബുക്ക് പൊതിയുന്ന പേപ്പറും നോട്ട്ബുക്കുകളും പൗച്ചായിരുന്നു. ഈ കടയിൽ നിന്ന് പൗച്ച് ഞങ്ങൾ നോക്കിയേ അങ്ങനത്തെ പൗച്ച് കിട്ടിയില്ല. സോ ഞങ്ങൾ ബുക്ക് പൊതിയുന്നതും പിന്നെ നോട്ട്ബുക്സുമാണ് വാങ്ങിച്ചത്. അവിടെ നല്ല അടിപൊളി ഡയറികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. കാരണം എനിക്കിവിടെ ഓൾറെഡി ഉണ്ട്. ഉമ്മയോട് വാങ്ങിക്കാമെന്ന് ചോദിച്ചു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. കളേഴ്സിൻ്റെ സെക്ഷനിൽ കണ്ടപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് കാണാത്ത തരത്തിലുള്ള കളേഴ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും ക്രയോണാണ് വാങ്ങിക്കുക, പക്ഷെ ഇപ്രാവശ്യം പെൻസിൽ കളറിലേക്കാക്കി. ക്രയോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ആഴ്ച വരെ നിൽക്കും, പിന്നെ അത് ഒടിഞ്ഞുണ്ടാവും. പിന്നെ അവിടെ സ്റ്റിക്കറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് അത് ഓൾറെഡി ഉണ്ട്. വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞ് വീട്ടിലുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിച്ച്. പെരുന്നാളാവാനായില്ലേ, മാസം കണ്ട്. പിന്നെ വീണ്ടും കുറച്ച് മഴ പെയ്ത്. പിന്നെ അവിടെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. നമ്മളെ മാള് പോലെ തന്നെയാണിത്. ഈ ഷോപ്പിങ്ങിൽ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ്. കുറേ കമ്മലിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഗ്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ട് നോക്കിയിരുന്നു. എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സും ഇഷ്ടമായില്ല. ഒരു ഹെന്ന കോൺ വാങ്ങിച്ച്. ഈ കമ്മലിൻ്റെ വീഡിയോ കണക്ക് എടുത്തിട്ട് തീരുന്നില്ല.
എല്ലാ വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഇക്കുള്ള ഡ്രസ്സ് നോക്കാൻ പോയി. പൂച്ചാണ്ടിയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ജീൻസ് പാൻറ്റും പിന്നെ ടീഷർട്ട് പോലത്തെ ഡ്രസ്സാണ് എടുക്കല്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ കുർത്തി പോലത്തേക്ക് നോക്കാൻ വിചാരിച്ച് അങ്ങനത്തെ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സ് കണ്ടത്. പക്ഷേ ഇത് അധികം ഇഷ്ടമായില്ല. പക്ഷെ പിൻട്രസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഷാള് നോക്കാൻ പോയി. ഞാൻ വൈറ്റ് ഷാളാണ് എടുത്തത്. പിന്നെ ലിസുവിന് ഷെയ്ക്കോന് ഡ്രസ്സ് നോക്കാൻ പോയി. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മളിതാ പോവാണ്. പിന്നെ വേറൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. വാട്ടർ ബോട്ടിൽ കുട നിർത്തിണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ച്. ക്യൂട്ട് പൗച്ചുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോവാണ്. അപ്പം അങ്ങോട്ട് പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്തതാണ്. ഇനി ക്യൂട്ടിൻ്റെ ഒരു ലോകം തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ബോട്ടിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു. പിന്നെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റിക്കി നോട്ടുകൾ പല വിധമായിരുന്നു. സ്കൂളിലൊക്കെ കൊണ്ട് ഷോ കാണിക്കാൻ പറ്റിയ പൗച്ച്. പിന്നെ നമ്മുടെ ടേബിൾ ലാമ്പ്, ഡെക്കോർ ലാമ്പ്, അങ്ങനത്തെ ലാമ്പിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. പിന്നെ ഫ്രെയിംസ്, മിറേഴ്സ്, ഗിഫ്റ്റ് കൊടുക്കണ ബോക്സ്, അങ്ങനെ പല വിധം. ഈ ഒരു സെക്ഷൻ മൊത്തം വാങ്ങിയാലൊന്ന് വരെ തോന്നിപ്പോവും. പിന്നെ ടംബ്ലേഴ്സ് ഇരുന്നില്ലേ, ബൂബോ, അവഞ്ചേഴ്സ്, അങ്ങനെ പല കാർട്ടൂണുകളുണ്ട്. കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനത്ര പ്രിയമുള്ള ഒരാളല്ല. ഡയറി സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ക്ലോക്കുകൾ പലവിധം ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വ്ളോഗും ഫസ്റ്റ് വോയിസ് ഓവറായ കാരണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അവിടെ ഒരു ചെടിത്തോട്ടമായിരുന്നു. പിന്നെ എന്താ ഗിഫ്റ്റ് ബോക്സ്, നമ്മുടെ ഹാമ്പറൊക്കെ കൊടുക്കണം, അങ്ങനത്തെ ബോക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നിട്ടൊക്കെ മൊത്തം ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ആയിരുന്നു. പശ, ടാപ്പ്, അങ്ങനത്തെ ഐറ്റംസ്. നേരത്തെ ക്ലോക്ക് പറഞ്ഞില്ലേ, ക്ലോക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ വാച്ചും ഉണ്ടാവൂലേ, അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ പെൻസിൽ ബോക്സ് തപ്പലായിരുന്നു. ആദ്യം ബോക്സ് എടുത്ത് പിന്നെ പൗച്ച് എടുത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കഴിഞ്ഞ വർഷത്തെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ യൂണോ കാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്ന്. ബാക്കി വീഡിയോ എടുത്തിട്ട് ടൈം കിട്ടിയില്ല, കാരണം ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ടൈമായിരുന്നു. പിന്നെ വീട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. ഇനി സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ബൈ, സീ യു സൂൺ.